ചെങ്കടലിൽ ഏതൊക്കെ കപ്പലുകൾ പോകണം പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഹൂതികളല്ല. ഹൂതികളുടെ ശക്തി തകരും വരെ ആക്രമണം തുടരും. പുതിയ തീരുമാനമാണ് യുഎസിന്റെ. അല്ല, ട്രംപ് അതൊരു വലിയ കടുത്ത തീരുമാനത്തിലാണ്. ഹൂതികളുടെ ഭാവി എന്ന് പറയുന്നത് തീർന്നു. ഇത് ഇവർക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ്. ഈ ട്രംപ് ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും. ഇപ്പം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊക്കെ തന്നെ ലോക ജനതയ്ക്ക് ഒരു വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ വിയോജിപ്പുണ്ട്. പക്ഷേ ട്രംപ് നടപ്പിലാക്കുന്ന 90% തീരുമാനത്തോടും ലോക ജനത മുഴുവൻ ചേരുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, തീവ്രവാദത്തെ ഭീകരവാദത്തിനെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഇന്ത്യയുടെയൊക്കെ ഒരു പിൻബലവും കൂടി ഉണ്ടെന്നുള്ളതാണ്. ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് കൊണ്ടാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും തീർക്കാനായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളുടെയും ഇറാൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ, ജൂത സമൂഹത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം. അതിനുവേണ്ടിയുള്ള യജ്ഞമാണ് അവരിവിടെ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയത്. പകരം എന്തു പറ്റി? ഗാസ മുഴുവൻ തകർന്ന് തരിപ്പണമായില്ലേ. ഇപ്പം ഗാസയിൽ അവശേഷിക്കുന്ന 20 ലക്ഷം ജനതയെ മുഴുവൻ മറ്റ് ചില രാഷ്ട്രങ്ങളിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമം ട്രംപ് നടത്തി. പക്ഷേ അവിടെ നിന്ന് എതിർപ്പ് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ആഫ്രിക്കയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗാസയെ ഒന്ന് പുനർനിർമ്മിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം. മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയില്ലേ, അത് അവരുടെ കൈനിരിപ്പ് കൊണ്ട് തന്നെ പറ്റിയതാണ്. ഹമാസ് ഉണ്ടാക്കിയതായ പ്രശ്നമാണ്. ഈ ജൂത സമൂഹത്തോട് ഏറ്റുമുട്ടാൻ വന്നതാണ് അവർക്കുണ്ടായ നാശം എന്ന് പറയുന്നത്. ഇനി 20 ലക്ഷം പേര് അവിടെ ഉണ്ട്. അവരെ ഒരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ 2 രാജ്യത്തേക്ക് മാറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് പുനർനിർമ്മാണം കഴിഞ്ഞ് ഇവരെ എത്തിക്കും എന്നുള്ള കാര്യത്തിനകത്തും ഒന്നും ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ അവർക്ക് സംശയമുണ്ട്, പുനർനിർമ്മാണമാണോ പിടിച്ചെടുക്കലാണോ എന്നുള്ളത്. ട്രംപ് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് എല്ലാം റിയൽ എസ്റ്റേറ്റ് ആയാലും എല്ലാം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഈ ഇവിടം വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു ശവപ്പറമ്പാണല്ലോ. അപ്പോൾ ഏത് തരത്തിൽ അത് വരുമെന്നുള്ളത് ഒരു സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അതെന്തായാലും അങ്ങനെ നിൽക്കട്ടെ. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തീർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ തലവനും ഹമാസിൻ്റെ തലവനും ഒക്കെ തീർന്നു കഴിഞ്ഞു. പിന്നെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഇവരുടെ തലവന്മാരാരാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല. കാരണം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെയൊക്കെ തന്നെ ഇസ്രയേൽ ഇല്ലാതാക്കിക്കളയും. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ട്രംപിൻ്റെയും കൂടി സഹായത്തോടു കൂടി തന്നെ തകർത്ത് കളയും. നേരത്തെ ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈഡനായിരുന്നു. ബൈഡൻ്റെ വേറൊരു നയമായിരുന്നല്ലോ. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ കയ്യിലിരിപ്പ് ശരിയല്ലെന്നുണ്ടെങ്കിൽ പകരം വീട്ടും എന്നുള്ളതാണ്. ഇപ്പം ഈ ചെങ്കടലിൽ ഈ കപ്പലുകളുടെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കാൻ ഹൂതികൾക്ക് എന്ത് അവകാശം എന്നാണ് ചോദിക്കുന്നത്. അതുവഴി പോകുന്ന കപ്പലുകളെ തടയുക, അറ്റാക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഹൂതികളിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹൂതികളുടെ നേരെ എന്ത് ചെയ്യുന്നത്, ഈ ട്രംപ് ഇടപെട്ടിരിക്കുന്നത്. കാരണം ഈ ഹൂതികൾ യമനും കേന്ദ്രീകരിച്ചാണ്. ഈ യമൻ എന്ന് പറയുന്നത് ഒരു പട്ടിണി രാജ്യമാണ്. യമൻ്റെ നിയന്ത്രണം തന്നെ ഹൂതികളുടെ കൈകളിലാണ്. ഈ അന്ന് യുദ്ധസമയത്ത് തന്നെ ധാരാളം നാശനഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഹൂത്തികളെയൊക്കെ ഇവരെയൊക്കെ തന്നെ വേണ്ട തരത്തിൽ പാർപ്പിച്ചിരിക്കുന്നതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ ആരാണ്? ഇറാനാണ്. ഇപ്പം ഇറാന് കൂടിയാണ് ഈ മുന്നറിയിപ്പ്. ഹൂത്തികൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇറാനും കൂടിയാണ്. മുന്നറിയിപ്പ് നൽകി. ഇന്ധനത്തിന്റെ പേരിൽ ഒരു സംയോജിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വിളിച്ചപ്പോൾ അത് സാധ്യമല്ല എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ഇറാനിലേക്കും ഞങ്ങൾ യുദ്ധം തിരിക്കും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇടയ്ക്ക് ഇറാനുമായിട്ട് നല്ല രീതിയിൽ വന്നു. അപ്പം നമ്മളെല്ലാവരും കരുതിയത് നല്ല ഒരു സൗഹൃദത്തിലേക്ക് ട്രംപ് നീങ്ങുമോ എന്നുള്ളതാണ്. പക്ഷെ കാര്യങ്ങൾ ഈ ചിട്ടയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ട്രംപ് അതിനോട് എതിർത്ത് നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ്
പറഞ്ഞിരിക്കുന്നത് ഇറാൻ നല്ല പിന്തുണ കൊടുക്കുന്നതാണ്. ഈ ഇറാനിലൂടെയാണല്ലോ ഈ ഹൂത്തികളായാലും ഹിസ്ബുള്ള ആയാലും ഹമാസും ഒക്കെ വളർന്നിട്ടുള്ളത്. ഈ ഇസ്രായേൽ ഒരേ സമയം എത്ര പേരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്? ഹമാസിനോട്, ഹിസ്ബുള്ളയോട്, ഹൂത്തികളോട്, ഇറാനുമായിട്ട് വലിയ യുദ്ധത്തിലേക്കൊന്നും കടന്നു പോയില്ല. ഇടയ്ക്കിടയ്ക്ക് ചില മിസൈലുകൾ ഇങ്ങോട്ടേക്ക് വന്ന് വീഴും, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോകും. പക്ഷേ അതും ഇവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ളയോടൊക്കെ തന്നെ യുദ്ധം അവരുടെ തലവന്മാരെ വധിക്കാൻ വരുമ്പോഴാണ് അപ്പുറത്ത് ഹമാസ് വീണ്ടും വളരുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും യുദ്ധം ചെയ്ത് കഴിയേണ്ടി വന്നവരാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നരകയാതന അനുഭവിച്ചിട്ടുള്ളത് ജൂതന്മാരാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. എല്ലാവരും ബുദ്ധിമാന്മാരല്ലേ, അപാര തലയുള്ളവന്മാരല്ലേ. അപ്പോൾ ബൗദ്ധികമായിട്ട് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ജനതയാണ്. അവരോട് കളിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമേരിക്ക സാമ്പത്തിക സഹായമായാലും ആയുധ സഹായവും നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത്. ആദ്യ വെടിനിർത്തൽ കഴിഞ്ഞു, ഇസ്രായേൽ വീണ്ടും അറ്റാക്ക് തുടങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന് സംശയമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹൂത്തികളെ അമർച്ച ചെയ്യാൻ പോകുന്നത്. ഹൂത്തികൾ അതുവഴി പോകുന്ന കപ്പൽ മുക്കുന്നുണ്ട്. അപ്പം ചെങ്കടലിൽ ഒരുതരം അസാരസ്യം ഉണ്ടാക്കുന്നവരാണ് ഈ ഹൂത്തികൾ എന്നുള്ളതാണ്. ഈ ഹൂത്തികളെ അമർച്ച ചെയ്യുന്നതിൽ US-ന് സൗദിയും മറ്റ് UAE-യുടെയും ഒക്കെ സഹായമുണ്ട്, പിൻബലമുണ്ട്. ഈ ഹൂത്തികളെയും ഇറാനെയും ഒക്കെ ട്രംപ് US അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പലരും കരുതുന്ന എന്താണെന്നറിയാമോ? ഇസ്ലാം വിരുദ്ധം ആയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് ഇതിനെ എടുത്തു കളയും. ഇസ്ലാമിസ്റ്റുകളെ മുഴുവൻ അടിച്ചൊതുക്കുന്ന ഒരു യുദ്ധമായിട്ട് എടുക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗദിയും UAE-യും ഹെൽപ്പ് ചെയ്യുമോ? ഒരിക്കൽ ഈ ഇസ്രായേലും ഹമാസും ഒക്കെ ആയിട്ടുള്ള യുദ്ധം മുറുകി ഇറാനിലേക്ക് അത് വ്യാപിക്കുമെന്നുള്ള ഘട്ടമെത്തിയപ്പോൾ ഇറാനിലെ ഒരു മത നേതാവ് ലോകത്തുള്ള ഇസ്ലാമിസ്റ്റ് രാഷ്ട്രങ്ങളോട് മുഴുവൻ പറഞ്ഞത് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ജൂതരാഷ്ട്രത്തെ ഇല്ലായ്മപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. അന്ന് സൗദിയും UAE ഒക്കെ തന്നെ അതിനോട് മുഖം തിരിച്ചു നിന്നു. കാരണം അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല, യുദ്ധത്തിലേക്ക് പോകാനല്ല. അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിച്ച് അവർക്ക് വ്യാവസായികമായിട്ടും സാമ്പത്തികമായിട്ടും അവർക്ക് ഉയർച്ച നേടി ജീവിതത്തിൽ നല്ല രീതിയിൽ പോകണമെന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളെയൊക്കെ ധാരാളം മലയാളികളും ആശ്രയിക്കുന്ന ഇടമാണ്. അപ്പോൾ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന അവർക്ക് ഇതിനോടൊന്നും താല്പര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇസ്ലാം വിരുദ്ധ യുദ്ധമല്ല, മറിച്ച് ഭീകരവാദത്തെ ആഞ്ഞടിക്കുകയും അമർച്ച ചെയ്യുകയുമാണ് ട്രംപ് ചെയ്യുന്നത്.